ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഈ ഓഫറും അതേപോലെ പ്രൈസ് റിഡക്ഷനും എല്ലാം കണ്ടിട്ട് ഞാനൊരു സാധനം പർച്ചേസ് ചെയ്തു. എനിക്ക് അതിൽ പറ്റിയ എൻ്റെ പണ്ടത്തിലും അല്ലെങ്കിൽ എൻ്റെ ഒരു അബദ്ധമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്യൂ ഡേയ്സ് ബിഫോർ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഷവർ ജെൽ. അപ്പം എൻ്റെ ഷവർ ജെൽ ഞാനതൊരു എന്താ പറയുക, കഴിയുന്നതിനൊരു 1 വീക്ക് മുന്നേയൊക്കെ ഞാനത് റീഫിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഇപ്രാവശ്യവും ഞാൻ റീഫിൽ ചെയ്യാനായിട്ട് ഒരുപാട് ഇപ്പം നൈക്ക അതുപോലെ എന്താ പറയുക, മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാറില്ല. കാരണം മീഷോയിൽ നിന്ന് ഇതേപോലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സും അതുപോലെ നമ്മുടെ ഡെയിലി നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും മീഷോയിൽ നിന്ന് വാങ്ങിക്കാനായിട്ടുള്ള അത്ര ഒരു ധൈര്യം എനിക്ക് വന്നിട്ടില്ല. അതർവൈസ് വേറെ കുറേ കാര്യങ്ങൾക്ക് മീഷോ ഈസ് റിയലി ഹെൽപ്ഫുൾ. കുറേ എന്താ റേറ്റ് കുറഞ്ഞ സാധനമായാലും അഫോർഡബിൾ ആയിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ മീഷോ ഇപ്പം കിട്ടുന്നുണ്ട്. പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മീഷോയുടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, അതും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സോ ഞാൻ വന്നിട്ട് അങ്ങനെ റീഫില്ലിൻ്റെ കാര്യം അപ്പം റീഫിൽ ചെയ്യാനായിട്ട് ഞാൻ വന്നിട്ട് നൈക്കായും നോക്കി, ആമസോണിൽ നോക്കി. അപ്പം നൈക്കയൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഓവർ പ്രൈസ്ഡ് അല്ല, പക്ഷെ എൻ്റെ ആ ടൈമിൽ ബഡ്ജറ്റ് വെച്ചിട്ട് കുറച്ച് പ്രൈസായിട്ട് തോന്നിയപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ആമസോൺ നോക്കാം. ഈ ഫ്ലിപ്കാർട്ട് ഞാൻ അങ്ങനെ കൂടുതൽ വാങ്ങിക്കാറില്ല, അറിയത്തില്ല. കൂടുതൽ ഞാൻ ആമസോണാണ് പ്രിഫർ ചെയ്യാറ്. സോ ആമസോണിൽ ഞാനിങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ നോർമലിയാണ് നോക്കിയത്. പെട്ടെന്ന് അതിൻ്റെ മുന്നിൽ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഷവർ ജെൽ ഞാൻ നോക്കിയപ്പോൾ 99 രൂപ. നമ്മളെല്ലാവരും പോലെയും എൻ്റെ മനസ്സിലും 99 രൂപയല്ലേ ഉള്ളൂ, അപ്പം എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കുമല്ലോ. എനിക്ക് ഒരുപാട് ഫ്രാഗ്രൻസ് ആയിട്ടുള്ള ബോഡി വാഷസ് ഒന്നും എനിക്കിഷ്ടമല്ല. ഷവർ ജെല്ല് ഞാൻ അത്ര ഒരുപാട് മൈൽഡ് ഫ്രാഗ്രൻസ് ഒക്കെ ആക്കി ഇപ്പം അറിഞ്ഞൂടാ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും 99 രൂപയ്ക്കാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമുക്ക് വാങ്ങിച്ച് നോക്കാം. ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല, അതിലെന്തൊരു ഓഫറും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ലിറ്ററലി ഞാൻ വേറെ ഒന്നും നോക്കില്ല. അപ്പോഴും തന്നെ അതങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ ആക്ച്വലി ആ ഒരു സംഭവത്തിനെ പറ്റി ഞാൻ മറന്നുപോയി. ഒരുപാട് ഡ്യൂട്ടി അതും ഇതുമൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ആ ഒരു വഴിക്ക് അങ്ങ് പോയി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2 ദിവസം മുന്നേ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നു, ഇങ്ങനെ ഓർഡർ. അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഓർക്കുന്നത് തന്നെ. അങ്ങനെ ഓർഡർ ഇവിടെ വാങ്ങിച്ചു വെച്ചു. ഞാൻ വന്നിട്ട് ഓർഡർ എടുത്തോണ്ട് ഇവിടെ വെച്ചപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം ഷവർ ജെല്ലിൽ പിന്നെ എടുക്കാം, പിന്നെ നോക്കാം, ഇപ്പം നോക്കണ്ടല്ലോ. എന്നിട്ടും നൈറ്റ് ആയപ്പോൾ ഞാൻ ചെല്ലെങ്കിൽ നോക്കാം, അതിൻ്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓൾറെഡി എൻ്റെ ഇതിന് ഇപ്പോൾ ഒരു 2 ദിവസത്തേക്കേ കാണത്തുള്ളൂ. ഞാൻ ഓൾറെഡി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലിക്സിനെയാണ്. അപ്പോൾ അത് കഴിയാറ്. അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. ഓക്കെ, അത് എന്താ പറയുക, വിത്ത് സ്ക്രബിങ് എഫക്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്ക്രബ്ബറായിട്ട് തോന്നുന്നില്ല. നോർമലി യൂസിന് നല്ലതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു ടാൻ റിമൂവിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതും എനിക്കങ്ങനെ വലുതായിട്ട് വർക്ക് ആയതായിട്ട് തോന്നിയില്ല. പക്ഷെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മൈൽഡ് ഫ്രാഗ്രൻസ് ആണ്, ഒരു പൈനാപ്പിൾ ഫ്ലേവറാണ്, കൊള്ളാം. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് എന്താ പറയുക, അതിൻ്റെ കുറച്ചും കൂടെ എന്തെങ്കിലും ഓഫർ കഴിയുമ്പോൾ 2-3 മേടിച്ച് വെക്കാമല്ലോ. അങ്ങനെ ഞാൻ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തു. ഇതാണ് സാധനം. ഓക്കെ, ഞാനിത് ഓപ്പൺ ചെയ്ത് ഞാൻ അതുപോലെ തിരിച്ചെടുത്ത് വെക്കുക ചെയ്തത്. ഓപ്പൺ ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലെടുത്ത് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കുറച്ച് എൻ്റെ തെറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല, അതിന് പറ്റിപ്പോയതാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കറക്റ്റ് അറിയായിരിക്കും, എനിക്കറിയാത്തതിൻ്റെതായിരിക്കും. ഇതാണ് പ്രോഡക്റ്റ്. എൻ്റെ കയ്യിൻ്റെ അത്ര പോലും എൻ്റെ കൈസ്. ഇത് വന്നിട്ട് ഇത് ലവ് ആൻഡ് കോവിൻ്റെ. എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്പനിയുടെ ഞാൻ ഇതിന് മുന്നേ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയിരിക്കും ഞാൻ ഈ ഒരു റേറ്റ് കാണുമ്പോൾ പെട്ടെന്ന് വേറെ നോക്കാത്ത. ഇത് 50 ml ഉള്ളു ഗൈസ്. 50 ml 99 രൂപ. ഞാൻ ഇത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. നിങ്ങളിൽ പലരും ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എന്താ പറയുക ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ ഇനി തൊട്ട് ഈ ഒരു സംഭവം എത്ര ml നോക്കിയിട്ടല്ല ഞാൻ ഒരു പ്രോഡക്റ്റ് മേടിക്കത്തില്ല എന്ന് ഞാൻ ഓർക്കും. കാരണം നമുക്കൊരു തെറ്റുകളിൽ നിന്നാണ് വരുന്നത് മനസ്സിലാവുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ലവ് ആൻഡ് കോവിൻ്റെ ജാപ്പനീസ് ചെറി ബ്ലോസം, അതാണ് ഈ സംഭവം. ഏകദേശം ഇനി കുഴപ്പമില്ല, വലിയ ബോട്ടിലിൽ കുറച്ച് ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നല്ല എന്താ പറയുക, ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. നല്ല ഫ്ലവറി സ്മെല്ലാണ്. പക്ഷെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നത്. എനിക്കൊന്ന് കുറച്ച് മതിയായിരിക്കണം. നല്ല പതയുമെന്നും വിശ്വസിക്കുന്നു. എനിക്കറിയത്തിന് ഞാൻ പറയില്ലേ, ഞാനിതിങ്ങനെ കണ്ട് കുറച്ച് സ്റ്റക്കായിരുന്ന പാടെ കുറച്ച് ഞാൻ അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ട്
വിചാരിച്ചു എന്നാൽ ഇതൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കും കൂടെ ഈ കാര്യം പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തുറന്നില്ല. അത് എങ്ങനെയാണോ അതൊരു സീൽ ചെയ്ത് വന്ന് അതേപോലെ ഞാൻ ഒട്ടിച്ച് ഒരു സ്ഥലത്ത് വെച്ചു. പിന്നെ ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആമസോൺ എക്സ്പീരിയൻസ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പലരും ഇതൊക്കെ ശ്രദ്ധിച്ച് ഓർഡർ ചെയ്യുന്നവരായിരിക്കും. പിന്നെ എന്നെപ്പോലെ ഇത് നോക്കാത്ത പലരും കാണുമായിരിക്കും. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.